Object recognition is the discipline of building machine to perform a perceptual task with the humans are particularly good at recognizing face. അപ്പൊ നമുക്കറിയാന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് റെക്കഗ്നൈസേഷൻ നമ്മുടെ കേസിൽ നമുക്കറിയാം നമ്മുടെ ഫേസ് നമ്മൾ ആധാർ കാർഡിന്റെ ഒക്കെ ആവശ്യം ആധാർ കാർഡിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ചെല്ലുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഫേസ് അല്ലെങ്കിൽ വോയിസ് ഐഡന്റിഫൈ ഫേസ്. ഇപ്പൊ നമ്മുടെ റേഷന്റെ ഒക്കെ കേസിൽ പോകണമെങ്കിൽ നമ്മുടെ ആധാറിന്റെ ഇതനുസരിച്ചിട്ടാണ് നമ്മുടെ ആധാറുമായിട്ട് റേഷൻ കാർഡ് ലിങ്ക് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ എന്തായിരിക്കും നമ്മുടെ തമ്പൊക്കെ വെച്ച് പോകുന്നത്. അപ്പൊ നമ്മുടെ ഫോണിലാണെങ്കിൽ നമുക്ക് ഫേസ് വെച്ചൊക്കെ ഡിറ്റക്ട് ചെയ്ത് നമുക്ക് അതിനെ ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനുമുള്ള അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. വെരി ഗുഡ്. റെക്കഗ്നൈസിങ് ഫേസ്, വോയിസ്, ഐഡന്റിഫൈ സ്പീഷീസ് ഓഫ് ഫ്ലവേഴ്സ്, ഐഡന്റിഫൈ disease in plants by observing the leaves, identify animals. There are practical need to find a more efficient way to doing this. Read handwritten symbols, diagnose disease, identify incoming missiles from a radar or a sonar signals. The machine may perform these tasks faster, more accurately, and cheaply. The goal of object recognition is to clarify complicated mechanism of decision-making process and automatic these function using computers. In a classification, we can given a object a pattern and the task to classify into one out of the classes. നമ്മൾ പ്രീവിയസ് യൂണിറ്റിൽ നമ്മൾ പഠിച്ച ഓരോന്നിനെയും എങ്ങനെയായിരിക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത അതിനകത്ത് ബേസിക് കൺസെപ്റ്റ് ആണ്. Although humans can perform some of the perceptual tasks with the essay, there is not sufficient understanding to duplicate the performance with the computer. അതായത് അതിനകത്തൊരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള അത് പറയുന്നുണ്ട്. ഹ്യൂമൻസ് ക്യാൻ പെർഫോം സം ഓഫ് ദ, അതായത് ഏതെങ്കിലും ടാസ്ക് ചെയ്യുമ്പോൾ അതിന്റെ ഒരു സഫീഷ്യന്റ് ആയിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഇതൂടെ കമ്പ്യൂട്ടർ ചെയ്യുന്നുണ്ട്. Because the complex nature of the problem, many pattern recognition research has been concerned with the more moderate problem of pattern classifications. നമ്മളിപ്പം ഒരു സെൻസർ ഒക്കെ വെച്ച് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ, lumber mill producing assorted hardwoods wants to automated the process of sorting finished lumber according to the species of trees. ഇപ്പൊ നമുക്കറിയാം ലംബർ മില്ലിലൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റിനെ അസോർട്ട് ചെയ്യുന്ന ഹാർഡ്വുഡ്സ് വാണ്ട് ടു ഓട്ടോമേറ്റഡ് ദ പ്രോസസ് ഓഫ് സോർട്ടിങ് ഫിനിഷ്ഡ് ലംബർ അക്കോർഡിംഗ് ടു ദ സ്പീഷീസ് ഓഫ് ദ ട്രീസ്. ഇത് സ്പീഷീസ് വെച്ചിട്ട് നമ്മൾ അതിന്റെ ഇത് ചെയ്യുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Optical, a camera takes picture of the lumber and passes on the feature extract. ഇപ്പൊ സെൻസർ റെപ്രസെന്റേഷൻ പാറ്റേൺ ഫീച്ചർ സെലക്ട്, അതിനകത്ത് നിന്ന് വേണ്ടതിനെ സെലക്ട് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ചെയ്യുന്നു, അതിന്റെ ഏത് പാറ്റേൺ ആണ് സെലക്ട് ചെയ്യുന്നു, അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു, ഡിസിഷൻ ചെയ്യുന്നു. The feature extractor reduces the quantum of data by measuring certain relevant properties that distinguish features of bringe lumber from a features of ash lumber. These features are passed to the അപ്പം ഇതിനകത്ത് explained a pattern classification system. Goal of pattern recognition to reach an optimal decision rule to categorize the incoming data into the respective categories. A pattern recognition investigation may consist of several stages enumerated below. Not all stages may be present. Some may be merged together so that the distinction between two operations may not be clear. Even if both are carried out, but they are become some application specific data processing. അപ്പൊ ഏതൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർമുലേഷൻ ഓഫ് ദ പ്രോബ്ലം, ഡേറ്റ കളക്ഷൻ, ഇനീഷ്യൽ എക്സാമിനേഷൻ ഓഫ് ഡേറ്റ, feature selection or feature extraction, supervised pattern classification, apply discrimination, assessment of result, interpretations. അപ്പൊ ഇങ്ങനെ 8 ഇതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു ഇതിനകത്ത് പോയിന്റ്സ് മെയിൻ ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഫോർമുലേഷൻ ഓഫ് ദ പ്രോബ്ലം, എന്താണ് പ്രോബ്ലം, ഒരു ഫോർമുലേഷൻ, ഗെയിനിങ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ എയിംസ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്ലാനിങ് ഇൻ ദ റിമൈനിങ് സ്റ്റേജസ്. ഇനി ഡേറ്റ കളക്ഷൻ. അപ്പൊ നമ്മളൊരു ഫോർമുലേഷൻ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ അതിന്റെ മാക്സിമം ഡേറ്റ കളക്ട് ചെയ്യാം. മേക്കിംഗ് മെഷർമെന്റ് ഓൺ appropriate variables and according details of the data collection.
feature selection or a feature extraction. Selecting variables from the measured set the appropriate of the task. The new variables may be obtained by a linear or non-linear transformation of the original. To some extent, the division of feature extraction and classification is artificial. You supervised pattern classifications. The system is trained by providing the relevant feature samples with each sample labeled as belonging to a particular class. This helps to develop the classifier. Apply discrimination or regression procedures as appropriate. The classifier designed using training set of exemplar patterns. Assessment of result. Assessment interpretation. Result interpretation is very important. In case results are not satisfied, cycle may be started again from a data collections. We now define the basic name which are used in the process of pattern recognitions. If pattern recognition or fish in case fish salmon fish feature is a property or characteristics of an object. So fish 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 in size and salmon bass which is used to distinguish between or classify two different objects. For example, sorting incoming fish on a conveyor according to the species using optical sensing. Two categories of species are there, sea bass and salmon. Some properties that could be possible used to distinguish between two types of fishes are length, lightness, width, number and shape of fins, position of the mouth. Length and lightness, width, number and shape of fins, position of the vegeta. Feature better. A single feature may not be useful always for classification. A set of feature used for the classification form a feature vector. For example, here the relevant feature vector could be in the equation and fish s raised t equal to h1 comma h1 lightness or width. Feature space. The samples of input are represented as a point in the sponge's feature space. The single feature is used, then the feature space in a single feature are used, and then the sample in a one-dimensional feature space shown in a figure 2. If the number of features is to we can get the points in the 2D space. Either features 2D space and 1D straight line 2D sample points decision region and decision boundary. As we know that the pattern recognition is to reach an optimal decision, rule to categorize the incoming data into the respective categories. The decision boundary separates the points belonging to one class from the points other. The decision boundary participation the feature space to decision region. The nature of the decision boundary is decided by the discrimination function which is used for the decision. Decision boundary. Decision boundary. Color pattern base hyperplanes and hypercircular. For two categories, the decision boundary is a line g of x equal to 0, where g of is the discriminant functions. When the coordinates of the points are substituted in a g of x, learning error. Learning and error, the classifier to be designed and built using input sample, which is a mixture of all the classes. The classifier learns how to discriminate between samples of different classes. The classifier learns how to discriminate between the samples of different classes. In supervisory learning, the classifier is the first given set of training samples and the optimal decision boundary found. The accuracy of the classification depends on two things. The optimality of decision rule used. The central task is to find an optimal decision rule which categorizes the training sample correctly. There are various types of classifiers are used. They define the non-parametric,
പാരാമെട്രിക്, സൂപ്പർവൈസ്ഡ് ആൻഡ് അൺസൂപ്പർവൈസ്ഡ്. അതിന് 4 തരത്തിലാണ് വേരിയസ് ടൈപ്പ് ഓഫ് ക്ലാസിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. നോൺ പാരാമെട്രിക്, പാരാമെട്രിക്, സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡ്. ഈ പാരാമെട്രിക് എന്ന് പറയുമ്പോഴത്തേക്കും ടെക്നിക്സ് ഡു നോട്ട് റിലേ ഓൺ എ സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ്. Parametric, these models are parameterized. Supervised training samples are given some input or output pairs. Unsupervised എന്ന് പറയുമ്പോഴത്തേക്കും ഇതായിരിക്കും വരുന്നത്. The discriminant functions. Discriminant function DFS are used for representing classifiers in a simpler way. If we have a set of k classes, then we may define a set of the k discrimination functions. അപ്പം അതിന്റെ ഒരു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലീനിയർ ഡിസ്ക്രിമിനന്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇഫ് നോ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓർ എ പാരാമീറ്റേഴ്സ് ആർ നോട്ട്, വി ക്യാൻ ടു എസ്റ്റിമേറ്റ് പാരാമീറ്റേഴ്സ് ഓഫ് ദ discriminant function with the labeled data. The shape of discriminant function is known such as 2 samples and 2 classes. അതിന്റെ ഒരു ഡിസ്ക്രിമിനേഷൻ ഫംഗ്ഷൻ ആണ്. ലീനിയർ ഡിസ്ക്രിമിനന്റ് ഫംഗ്ഷൻ വരുമ്പോഴത്തേക്കും അതിന്റെ വ്യത്യാസം നിങ്ങൾ നോക്കിയാൽ മതി. ഇതിനകത്ത് അതിന്റെ ബാസ് എങ്ങനെയായിരിക്കും, സൈമൺ അങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ബാഡ് ബൗണ്ടറിയും ഗുഡ് ബൗണ്ടറി ആയിരിക്കുമ്പോൾ അതിന്റെ ഒരു സ്റ്റേപ്പോളൂടെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ബേസിയൻ ക്ലാസിഫിക്കേഷൻ ആണ്. ഗോൾ ഓഫ് മോസ്റ്റ് ക്ലാസിഫിക്കേഷൻ പ്രൊസീജിയർ ടു എസ്റ്റിമേറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ പാറ്റേൺ ടു ക്ലാസിഫൈഡ് ബിലോങ് ടു എ വേരിയസ് പോസിബിൾ ക്ലാസസ് ബേസ്ഡ് ഓൺ ദ വാല്യൂസ് ഓഫ് സം ഫീച്ചേഴ്സ് ഓർ എ സെറ്റ് ഓഫ് ഫീച്ചേഴ്സ്. അതായത് മോസ്റ്റ് ബേസിയൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഗോൾ ഓഫ് എ മോസ്റ്റ് ക്ലാസിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഈസ് ടു എസ്റ്റിമേറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് pattern to classify belong to various possible classes. വേരിയബിൾ അതിന്റെ ഒരു പ്രോബബിലിറ്റി ആണ് എടുക്കുന്നത്. പല ക്ലാസ്സസിൽ നിന്നുള്ളത് എന്നുള്ളതിന്റെ ഒരു ബേസ്ഡ് ഓൺ ദ വാല്യൂസ് ഓഫ് ദ സം ഫീച്ചേഴ്സ് ഓറെ തിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, നമ്മളൊരു ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പല ക്ലാസ്സിൽ നിന്നും കലതിനും അതിന് എത്രമാത്രം പ്രോബിലിറ്റി വരുന്നു ആ ഫീച്ചേഴ്സിനെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുകയാണ് ഇന്ന്. ഹവർ വി ഡിസ്കസിങ് ബേസിയൻ ഡിസിഷൻ making by a Bayesian classifier. This method refers to choosing the most likely class given to the values of feature. Bayesian theorem calculate the possibility of class membership. In most cases, we decided which is the mostly like class. We need a mathematical decision making algorithm to obtain classification. Let us recall Bayesian theorem used in a probability. അതിന്റെ ബേസിയൻ തിയറം വെച്ചുള്ള പ്രോബിലിറ്റി അക്കോർഡിംഗ് ടു ഇറ്റ് അതിന്റെ ഒരു ഇക്വേഷൻ ആണ് നമുക്കിവിടെ പ്രോബിലിറ്റിയുടെ കേസിൽ പറഞ്ഞിരിക്കുന്നത്, ബേസിയൻ ക്ലാസിഫിക്കേഷൻസ്. അപ്പം ബേസിയൻ ക്ലാസിഫിക്കേഷന്റെ ഒരു ഇക്വേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഒരു ബേസിയൻ തിയറം എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് പി ഓഫ് എക്സ് ഗിവൺ ഡബ്ല്യു, അതായത് പി ഓഫ് ഡബ്ല്യു ആണെങ്കിൽ ബേസിയൻ റൂൾസ് അനുസരിച്ച് പി ഓഫ് ഡബ്ല്യു ഗിവൺ എക്സ്, അങ്ങനെയാണെങ്കിൽ വരുന്ന വാല്യൂസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് നോക്കുക. ഇനി അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് എ ബേസിയൻ ക്ലാസിഫയേഴ്സ് ആണ്. എന്തൊക്കെയാണ് അതിനകത്തെ മെയിൻ ആയിട്ടുള്ള ബേസിയൻ ക്ലാസിഫയേഴ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കുന്നത്. ഇൻക്രിമെന്റാലിറ്റി കമ്പൈൻസ് ഓഫ് പ്രയർ നോളജ് ആൻഡ് ഒബ്സർവിംഗ് ഡേറ്റ, probabilistic hypothesis, meta classifications. അതായത് അതിനകത്തെ പ്രോപ്പർട്ടീസ് ഓഫ് ബേസിക് ക്ലാസ്സിന്റെ ഇൻക്രിമെന്റിൽ നിന്ന് വിത്ത് ഈച്ച് ട്രെയിനിങ് എക്സാമ്പിൾ ദ പ്രയർ ആൻഡ് ദ ലൈക്ലിഹുഡ് ക്യാൻ ബി അപ്ഡേറ്റഡ് ഡൈനാമിക്കലി. ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് റോബസ്റ്റ് ടു errors. ഇൻക്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന വിത്ത് ഈച്ച് ട്രെയിനിങ് എക്സാമ്പിൾ ദ പ്രയർ ആൻഡ് ദ ലൈക്ലിഹുഡ് ക്യാൻ ബി അപ്ഡേറ്റഡ് ഡൈനാമിക് ആയിട്ട് അതിന്റെ പ്രയർ ആയിട്ടുള്ള ലൈക്ലിഹുഡ് ആയിട്ടുള്ളതും അപ്ഡേറ്റ് ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കമ്പൈൻസ് പ്രയർ നോളജ് ആൻഡ് ഒബ്സർവ്ഡ് ഡേറ്റ. Prior probability of a hypothesis is multiplied with the probability of the hypothesis on the given trained data.
ഇപ്പൊ നമ്മൾ ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഡേറ്റാസ് ആയിരിക്കും, അതായത് പ്രയർ നോളജും അതായത് ഒബ്സർവ്ഡ് ഡേറ്റ. നമ്മളിപ്പം അറിയാം, നമുക്കൊരു മെഡിക്കൽ ഫീൽഡിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇതെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് ഒരു ഒബ്സർവ്ഡ് ആയിട്ടുള്ള ഡേറ്റാസ് ഉണ്ട്. അതുമായിട്ട് നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റാസിനെ ഒരു കംപ്ലൈന്റ് ചെയ്യുകയും അതിന്റെ ഒരു പ്രോബബിലിറ്റി എത്രമാത്രം അതിന്റെ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് നമുക്കിത്. ഇപ്പൊ നമ്മളൊരു ബ്ലഡിന്റെ ഒക്കെ ഒരു ഇതാണെങ്കിൽ തന്നെ നമുക്കറിയാം അതിന്റെ അകത്ത് എത്രമാത്രം അതിന്റെ ഒരു ചാൻസ് വരുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഇതിന്റെ കേസിൽ നമുക്കൊരു ലൈറ്റ് ഒക്കെ അടിക്കുമ്പോഴത്തേനും അതിന്റെ ഒരു ഇത് വരുമ്പോഴത്തേക്കും എത്രമാത്രം ആ ഒരു ബ്രെയിനിന്റെ ഒക്കെ ഒരു പിക്ചർ എടുക്കുവാണെങ്കിൽ അതിന്റെ മാക്സിമം ഡേറ്റ അതിനകത്ത് സ്റ്റോർ ചെയ്തതിന് ശേഷം അതിനകത്ത് എന്തുമാത്രം അവിടെ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, അപ്പൊ ആ രീതിയിൽ എത്രമാത്രം നോളജ് ഉണ്ടോ അതെല്ലാം വെച്ച് അതിനെ ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കൊരു റിസൾട്ട് കിട്ടുള്ളൂ. പ്രോബബിലിസ്റ്റിക് ഹൈപ്പോതെസിസ് output is not only a classification but a probability distribution of over all classes. ഈ മെറ്റാ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ദ ഔട്ട്പുട്ട് ഓഫ് സെവറൽ ക്ലാസിഫയേഴ്സ് ക്യാൻ ബി കമ്പൈൻഡ്. ഇതിൻ്റെ അകത്ത് സെവറൽ ക്ലാസിഫിക്കേഷൻസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ മെറ്റാ ക്ലാസിഫിക്കേഷൻ ദ output several classifiers can be combined by multiplying the probability that all classified predict or a given class. ഇതിന്റെ കേസ് വരുമ്പോഴത്തേക്കും പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദ ഔട്ട്പുട്ട് ഓഫ് സെവറൽ ക്ലാസിഫയേഴ്സ് ക്യാൻ ബി കമ്പൈൻഡ്. അതായത് മറ്റേ നമ്മൾ പറഞ്ഞു ഒരു ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ക്ലാസിഫിക്കേഷൻ അല്ല, അതെല്ലാത്തിന്റെയും കൂടെ പ്രോബബിലിറ്റി, അതായത് ഓൾ ക്ലാസസിന്റെ ഒരു ധരിക്കുന്ന നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് പല ക്ലാസ്സസിനകത്ത് പല ഡേറ്റാസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത്, നമുക്കറിയാം ഡേറ്റാസ് എങ്ങനെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്, ഓരോ ക്ലാസ്സിനൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റാസ് നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് എല്ലാം കൂടെ വേണ്ടതിനെ മാത്രം നമ്മൾ അതിനകത്തുനിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ ഇതിന്റെ കേസിൽ പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലെറ്റസ് 2 ക്ലാസ് പ്രോബ്ലം. ലെറ്റസ് ഡിഫൈൻ വേരിയബിൾ കോൾഡ് സി and no called C. Feature is a fever. Prior priority of a person having a cold. അതായത് prior എന്ന പേഴ്സണ് കോൾഡ് ആയിരിക്കും. അതായത് നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണ്. അതായത് ഡിഫൈൻ വേരിയബിൾസ് കോൾഡ് സി ആൻഡ് നോ കോൾഡ് സി ഡാഷ്. ഫീച്ചേഴ്സ് ഈസ് ഫീവർ എഫ്. Prior probability of a person having cold P of 0 equal to probability of having fever given the person has a cold is. അപ്പൊ കണ്ടോ, പേഴ്സൺ ഹാസ് എ കോൾഡ് ഈസ് എന്നുള്ളതിന്റെ ദ പ്രോബബിലിറ്റി എങ്ങനെയായിരിക്കും ചെയ്തിരിക്കുന്ന. ഓവറോൾ പ്രോബ്ലം ഓഫ് ഫീവർ പി ഓഫ് എഫ് ഈക്വൽ ടു 0.02. ഫൈൻഡ് ദ പ്രോബ്ലം ദാറ്റ് എ പേഴ്സൺ ഹാസ് എ കോൾഡ് ഗിവൻ ഷീ ഓർ ഹി ഹാസ് എ ഫീവർ. അതിന്റെ ഒരു സൊല്യൂഷൻ ആണ് പറയുന്നത്. Using Bayesian theorem, the problem that a person has a cold given that she or he has a fever is. നമ്മൾ അതിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ്. ബേസിൻ തിയറം തൊട്ട് മുമ്പ് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചാണ്. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മളിവിടെ ഇവിടെ ഇക്വേഷൻ ചെയ്യാണ്. പി ഓഫ് സി ഓഫ് എക്സ് പി ഓഫ് സി ഗിവൺ എഫ്. അതിനകത്ത് നമ്മൾ അടയ്ക്കുന്ന പി ഓഫ് എഫ് ഗിവൺ സി പി ഓഫ് സി ബൈ പി ഓഫ് എഫ്. അപ്പൊ അതിന്റെ വാല്യൂസ് നമ്മൾ ഇവിടെ നോക്കിയാൽ പി ഓഫ് എഫ് ഗിവൺ സി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് 0.04. പി ഓഫ് സി എന്നുള്ളതിന്റെ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. പി ഓഫ് എഫ് എത്രയായിരിക്കും എന്നും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ അതിന്റെ വാല്യൂസ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വാല്യൂസ് കണ്ടെത്തുക, അതാണ് നമ്മൾ ബേസിൻ തിയറം വെച്ചിട്ട് നമ്മൾ അതിന്റെ ഒരു പ്രോബ്ലംസിനെ സോൾവ് ചെയ്ത് എടുക്കുന്ന. എക്സാമിനൊക്കെ ചോദിക്കുന്ന കണ്ടിട്ടുണ്ട് ഇത് എക്സാം. Let us take an example with a value to verify. Total population 1000. Thus, a people having cold 10. People having both fever and cold 4. Thus, the people having cold. ഇത് ഇവിടെ പറയുന്ന ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1000 ആണ് പോപ്പുലേഷൻ വരയ്ക്കുന്നത്. അതില് കോൾഡ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത് 10. പീപ്പിൾ ഹാവിങ് ബോത്ത് ഫീവറും കോൾഡും കൂടെ ഉള്ളത് 4 ആണ് പറഞ്ഞിരിക്കുന്നത്. The same
People having only cold means cold മാത്രമുള്ള 10 minus 4 equal to 6 എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന്റെ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് അതിനൊരു പ്രോപ്പർട്ടി, അതായത് ഒരു ഡയഗ്രാം വെച്ചിട്ട് നമുക്കിവിടെ കാണിച്ചു തന്നിരിക്കുകയാണ്. അതിനകത്ത് എത്ര പേരുണ്ടായിരിക്കും, അതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയായിരിക്കും അതിൻ്റെ അകത്തുനിന്ന് ഇത് കണ്ടുപിടിക്കുന്നത്. പീപ്പിൾ ഹാവിങ് ഫീവർ വിത്ത് ആൻഡ് വിത്തൗട്ട് കോൾഡ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്കത്. വിത്ത് ആൻഡ് വിത്തൗട്ട് തന്നിരിക്കുന്നത് നമുക്കറിയാം. ഇതിനകത്ത് ഉള്ളതിന്റെ ഇൻറ്റു 1000 ഇരിക്കുന്ന. അപ്പം പീപ്പിൾ ഹാവിങ് ഫീവർ വിത്തൗട്ട് കോൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, നമുക്കിവിടെ 4 എന്നുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം 20 minus 4 equal to 16. So probability percentage of people having cold along with fever out of all these fever is 20 equal to പ്രോബബിലിറ്റി ഓഫ് ജോയിന്റ്. അപ്പൊ നമ്മൾ ആ പഴയ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് അത് ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി മിനിമം ഡിസ്റ്റൻസ് ക്ലാസിഫിയേഴ്സ്. മിനിമം ഡിസ്റ്റൻസ് ക്ലാസിഫയർ ഈസ് എ പാറ്റേൺ ക്ലാസിഫിക്കേഷൻ സ്കീം ഡിഫൈൻഡ് ബൈ എ ഡിസ്റ്റൻസ് ഫങ്ഷൻസ്. ഹിയർ pixels which are close to each other in a feature space are likely to be in the same class. അത് നമുക്കറിയാം. ഇതിനകത്ത് മിനിമം ഡിസ്റ്റൻസ് ക്ലാസിഫയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, ഒരു ഇതിനകത്ത് ഒരു ഇത് നമ്മൾ ചെയ്തു. മിനിമം ഡിസ്റ്റൻസ് ക്ലാസിഫയർ ഈസ് എ പാറ്റേൺ ക്ലാസിഫിക്കേഷൻ ആണ്. പാറ്റേൺ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം, ഓരോന്നിന്റെയും പാറ്റേൺ വെച്ചിട്ട്. ഡിഫൈൻ ബൈ എ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ. ഹിയർ പിക്സൽ വിച്ച് ആർ, ഇവിടുത്തെ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ പിക്ചർ വിച്ച് ആർ ക്ലോസ് ടു ഈച്ച് അതർ ഇൻ എ ഫീച്ചർ സ്പേസ്, അതിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ളതാണെങ്കിൽ ആർ ലൈക്ലി ടു ബി ഇൻ ദ സെയിം ഡേറ്റ. ദ മെഷർ ഓഫ് സിമിലാരിറ്റി ഇസ് ദ ഡിസ്റ്റൻസ് pixels in a feature space. In diagram, all dimensions should be in a comparable units, and distance may be scaled in a pixel, radian, reflectedness, etc. The classification. അപ്പം അതിനുവേണ്ടി ഇവിടെ മോസ്റ്റ് എഫക്റ്റീവ് ഇൻ ദ ക്ലസ്റ്റേഴ്സ് ആർ ഇൻ ഹിസ്റ്റോയിന്റ്. അപ്പം അതിന്റെ ഒരു കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് പലയിടത്തായിട്ട് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നിരിക്കുന്ന നമുക്ക് അതിനകത്ത് ആ ഫീച്ചേഴ്സ് നമുക്ക് ഏറ്റവും അടുത്തുള്ള ക്ലാസ്, അതായത് നമ്മൾ ക്ലാസ്സിനകത്ത് ഇറങ്ങിയാൽ നമുക്ക് ഓരോ ക്ലാസ്സിനകത്ത് ഓരോ ഫീച്ചേഴ്സ് ആയിരിക്കും. അപ്പം ഇതിനകത്ത് ഏറ്റവും ഡിസ്റ്റൻസ് കുറഞ്ഞ് ഏറ്റവും അടുത്തായിട്ടുള്ളതിന് നമ്മൾ അതിനകത്ത് എക്സ്ട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഡിസ്റ്റൻസ് ഫീച്ചർ സ്പേസ് ഇസ് ദ പ്രൈമറിലി മെഷർ ഓഫ് സിമിലാരിറ്റി ഇൻ ഓൾ ക്ലസ്റ്ററിങ് ആൽഗോരിതംസ്. അപ്പം അതിനകത്ത് നമുക്കൊരു 4 തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. യുക്ലീഡിയൻ ഡിസ്റ്റൻസ്, അതായത് മിനിമം ഡിസ്റ്റൻസ് ക്ലാസിഫയേഴ്സിനകത്ത് അതിനകത്ത് 4 ഇത് ക്ലസ്റ്ററിങ് അൽഗോരിതംസ് പറഞ്ഞിട്ടുണ്ട്. യുക്ലീഡിയൻ ഡിസ്റ്റൻസ്, സ്ക്വയർ ഓഫ് ദ യുക്ലീഡിയൻ ഡിസ്റ്റൻസ്, സ്ക്വയർ ഓഫ് ദ യുക്ലീഡിയൻ ഡിസ്റ്റൻസ് ആഫ്റ്റർ എലിമിനേറ്റിംഗ് കമ്പോണൻസ് ദാറ്റ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ക്ലാസ്, ടാക്സിക്യാബ് ഡിസ്റ്റൻസ്. അപ്പൊ അതിനകത്ത് 4 യുക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു ഇക്വേഷൻസ് പഠിച്ചു വെക്കാനുണ്ട്. അതുപോലെ തന്നെ സ്ക്വയർ ഓഫ് ദ ഡിക്ലിഡിയൻ ഡിസ്റ്റൻസ്, പിന്നെ സ്ക്വയർ ഓഫ് യുക്ലിഡിയൻ ഡിസ്റ്റൻസ് ആഫ്റ്റർ എലിമിനേറ്റിംഗ് കമ്പോണൻസ് ദാറ്റ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദ ക്ലാസ്, പിന്നെ ടാക്സിക്യാബ് ഡിസ്റ്റൻസ്. ഇതിന്റെ ഇക്വേഷൻ പഠിക്കാൻ നല്ലത് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ദ ഡിസിഷൻ ബൗണ്ടറി ഓഫ് ദ സിംഗിൾ പ്രോട്ടോടൈപ്പ്. Simple distance discrimination function is a set of planar surface perpendicular to bisecting the lines connecting pairs of prototypes. ഇവിടെ നോക്കിയാൽ മതി, ഡിസിഷൻ ബൗണ്ടറീസ് നമ്മൾ പറയുന്ന ക്ലാസ് പ്രോട്ടോടൈപ്സ്. അപ്പൊ ഇവിടെ അറിയാം ഓരോരോ പ്രോട്ടോടൈപ്സ് ഉണ്ട്. നമ്മൾ അതിനെ ഒരു ബൗണ്ടറി ക്രമീകരിച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്തൊരു ഡിസിഷൻ ബൗണ്ടറീസ് സെലക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇൻ എ സിംഗിൾ പ്രോട്ടോടൈപ്പ് സിമ്പിൾ ഡിസ്റ്റൻസ് discriminant function is a set of planar surface perpendicular and bisecting the lines connecting pairs of prototypes are shown in figure 1. This is the minimum distance classifier. Minimum distance classifier നിങ്ങൾ നോക്കിയാൽ മതി. ഇതിനകത്ത് പല ക്ലാസ്സിനുണ്ട്. അതിനകത്ത് എല്ലാം തമ്മിൽ ഒരു മിനിമം ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ക്ലാസിഫയർ ആണ്. ഇഫ് ദ പ്രോട്ടോടൈപ്സ് ഈസ് ദ മീൻ വാല്യൂ ഓഫ് ദ ട്രെയിനിങ് പിക്സൽസ് ഫോർ ഈച്ച് ക്ലാസ്, ഇറ്റ് ഈസ് കോൾഡ് minimum distance to minimum classifier. The result of clustering will depend strongly on the choice of the prototype. Alternative prototype selections are. അപ്പൊ അതിനകത്തൊരു 3 ഉണ്ട് മെയിൻ ആയിട്ട് വരുന്നത്. Let us the user select prototypes. ഇതിനകത്ത് വരുന്ന യൂസർ സെലക്ട് പ്രോട്ടോടൈപ്പ് ആയിരുന്നു. വൺ എക്സാമ്പിൾ പിക്സൽസ് പെർ ക്ലാസ്.
ഒന്ന്, devise an unbased procedures for selecting prototypes. Devise as an unblazed procedures for selecting prototypes. Random selection at vertices of an arbitrary grid, etc. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ use the user selected prototypes or unbased selection procedures are the starting point of an optimizing procedures. അതായത് യൂസർ നമ്മൾ സെലക്ട് ചെയ്ത് വരിക്കുന്ന ഡേറ്റ പ്രോട്ടോടൈപ്സ് അല്ലെങ്കിൽ അൺബ്ലേസ്ഡ് സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ആസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതായത് ഒരു പ്രൊസീജിയറിന്റെ സ്റ്റാർട്ടിംഗ് ഇതിലെ പറയുന്ന വി ഷാൽ ഡിസ്കസ് ദ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ക്ലാസിഫയർ ആൻഡ് മഹൽനോബിസ് ഡിസ്റ്റൻസ് ക്ലാസിഫയേഴ്സ് ഹിയർ. അതായത് യൂക്ലിഡ് നമ്മൾ മുമ്പ് എന്ന് പഠിച്ചായിരുന്നു. യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ക്ലാസിഫയർ, ദ ഒപ്റ്റിമൽ ബേസിയൻ ക്ലാസിഫയർ ഈസ് സിഗ്നിഫിക്കന്റ്ലി simplified under the following assumptions. അതായത് ബേസിയൻ ക്ലാസിഫയർ സിംപ്ലിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഇതാണ്, അസംഷൻസ് ആണ് പറയുന്നത്. ഇത് ചോദിക്കാറുണ്ട്. അതായത് ബേസിയൻ തിയറം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇതെല്ലാം കൂടി എഴുതിയാൽ മതി. അതായത് ക്ലാസ്സസ് ആർ ഇക്വി പ്രോബബിൾ, the data in the all classes follow Gaussian distributed. The where matrix is the same of all classes, when matrix is diagonal and the all elements across the dimension are equal. അപ്പൊ അത്രയും ഇത് ഇതിനകത്തുനിന്ന് പഠിച്ചിരിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ ഈ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് മെയിൻ ആയിട്ട് പഠിച്ചിരിക്കുന്ന ഇത് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് വേറൊന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു അൽഗോരിതംസ് പറഞ്ഞിട്ടുണ്ട്. സെലക്ട് എ ത്രെഷോൾഡ് ടി. T is representative distance in the measurement space. The choice of T in the algorithm is entirely arbitrary. It is also then the only input required of the user. Select a pixel with a measurement vector. The selection scheme is arbitrary. Let us the first pixel be says the first cluster center. വളരെ ടഫാണ് ഇതിന്റെ എന്ന് പറഞ്ഞു വെച്ചാൽ ഈ അൽഗോരിതംസ് ഒക്കെ പഠിച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അൽഗോരിതംസ് ആയിട്ട് സാധാരണ അങ്ങനെ ഇതിന്റെ കേസിൽ ചോദിച്ചു കണ്ടിട്ടില്ല. യൂക്ലിഡിയൻ അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇതൊന്ന് ഒന്ന് നോക്കിയിട്ട് പറ്റുന്ന രീതിയിൽ എഴുതി വെക്കുക. സെലക്ട് ദ നെക്സ്റ്റ് പിക്സൽ ഫ്രം ദ ഇമേജ്. കമ്പ്യൂട്ട് ദ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ d of x. Compute the distance function for each of the class estimated at this point. എന്നിട്ട് അതിനെ കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? കമ്പ്യൂട്ട് d of x. അപ്പം ഐയുടെ വാല്യൂസ് എന്നതൊക്കെയാണെന്നാണ് പറയുന്നത്. ഐ ഇസ് ദ നമ്പർ ഓഫ് ക്ലാസ്സസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കമ്പ്യൂട്ട് ദ ഡി ഐ ഓഫ് എക്സ് ജെ ടി എന്ന് പറയുമ്പോഴത്തേക്കും ഡിയുടെ വാല്യൂസ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡി ഓഫ് എക്സ് ലെസ് ദാൻ ടി, ദെൻ എക്സ് ഇന്റർസെക്ഷൻ ഡബ്ല്യു, d of x less than d for all I, then let x become a new prototype better assigned. Return to the step 4 until the pixels are assigned to a classes. After all the pixels can be assigned to a cluster center, recompute the DSS and reassign pixel according to the minimum of DX. Mahalanobis distance classifier എന്നാണ് പറയുന്നത്. In many applications, the range of all feature values may differ widely. അതായത് feature values എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. One could be 100 while the other could be a decimal fractions. അതായത് ചിലത് 100ന്റെ ഇതിലായിരിക്കും, ചിലത് ഡെസിമൽ ഫ്രാക്ഷന്റെ കേസിലായിരിക്കും. If this issues is overlooked, some features value will be neglected. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരുമ്പോൾ ചിലത് ഹൺഡ്രഡ്സിന്റെ കേസിലായിരിക്കും, ചിലത് അതർ ഡെസിമൽ ഫ്രാക്ഷൻസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ വരുമ്പം ഇഫ് ദിസ് ഇഷ്യൂസ് ഈസ് ഓവർലുക്ക്ഡ്, സം ഫീച്ചേഴ്സ് വാല്യൂസ് വിൽ ബി neglected. If the one relies on assumption required by the Euclidean classifiers and remove the last one. അപ്പൊ നമ്മൾ അതിൻ്റെ അത് Euclidean classifiers വെച്ചിട്ട് അതിന്റെ ലാസ്റ്റ് വൺ ഇരിക്കുന്നത്. The one requiring the invariance matrix to the diagonal and the equal elements, the optimal Bayesian classifiers take the form of
minimum Mahalanobis distance classifier. This is given unknown as if it is assigned to a identifications ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം ചോദിക്കുന്ന ഒന്നാണ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ്. അതായത് നമുക്കറിയാം എന്തായിരിക്കും മെഷീൻ ലേണിംഗ് അൽഗോരിതംസ്. എതു എന്താണ് മെഷീൻ ലേണിംഗ് അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? മെഷീൻ ലേണിംഗ് വാട്ട് ഈസ് മെഷീൻ ലേണിംഗ്? എത്തുണ്ട് അവിടെ? എന്ത് പറ്റി? ഏതെങ്കിലും എവിടെയെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്യുവാണോ? മതി, മെസ്സേജ് അയച്ചാ മതി. ഓക്കെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഓക്കെ, അപ്പം മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മെഷീനിലെ നമ്മൾ അതായത് നമുക്ക് വേണ്ടതിനെ എല്ലാം വേണ്ട അധികം ഡേറ്റാസിനെ എല്ലാത്തിനും നമ്മൾ എന്തിനേക്കും ഒരു മെഷീനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഒരു സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അത്രയും കാര്യങ്ങൾ നമ്മളൊരു മെഷീനിനെ പഠിച്ചിട്ട് മെഷീൻ അതനുസരിച്ചിട്ട് ഒരു മനുഷ്യൻ എങ്ങനെ ചെയ്യുന്നു ആ രീതിയിൽ മെഷീൻ എടുക്കുന്ന രീതിയിലേക്ക് മെഷീൻ ആക്കാൻ. In order to understand how machine learning works, we need some essential ML vocabulary first. Parameter, a value that is learned during the training of machine learning program. Based on an existing parameters, the training algorithms train and try to continuously improve the parameters. അപ്പൊ നമുക്കറിയാം ഇതിന്റെ കേസിൽ പാരാമീറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് അതിനെ ഒരു ട്രെയിൻ ചെയ്ത അത് എന്നതായിരിക്കും ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കാൻ. ദ ഇൻഫറൻസ് അൽഗോരിതം യൂസിങ് ദ പാരാമീറ്റേഴ്സ് ടു കാൽക്കുലേറ്റ് ദ റിസൾട്ട്. ഇനി മോഡൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം എ ട്രെയിൻഡ് മെഷീൻ ലേണിംഗ് മുതൽ എ മോഡൽ ഈസ് എസെൻഷ്യലി എ സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓർ ഹൗ ടു യൂസ് ദം. നമുക്കറിയാം മെഷീൻ ലേണിംഗിനകത്ത് നമുക്കറിയാം നമ്മൾ എപ്പോഴും ഒരു മോഡൽ ഉണ്ടാക്കും. ആ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഓക്കെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഒക്കെ കറക്റ്റ് തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞത് എന്തേ ഉള്ളൂ, നമുക്കൊരു മെഷീൻ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മെഷീൻ ലേണിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്തായിരിക്കും നമ്മുടെ ഒരു മോഡലിനെ ക്രിയേറ്റ് ചെയ്ത് എടുക്കും. അപ്പം മെഷീൻ ലേണിംഗ് പ്രൊസീജിയേഴ്സ് ആൻഡ് ദ റിസൾട്ട് ഓഫ് ദ ട്രെയിനിങ് പ്രോസസ്. The training algorithm generates the method. The inference algorithm use it. Inference running a model using a second algorithm. This algorithm uses the model to create a prediction based on an input. Classify an input to create some interesting value based on an input. The item inference algorithm or a prediction algorithm. Inference is a technical term for execute the ML model and output a result. ഇതിനകത്ത് പേരെന്നൂടെ പറഞ്ഞിരിക്കുകയാണ്. മെഷീൻ ലേണിംഗ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് എ ട്രെയിനിങ് അൽഗോരിതംസ് ആൻഡ് എ prediction or a inference algorithm. The training algorithm using data to gradually determine parameters. The set of learned parameters called a model. അതായത് നമുക്ക് എല്ലാം അറിയുന്നതാണെങ്കിൽ അതിനെ നമുക്ക് മോഡൽ എന്നായിട്ട് നമുക്ക് ചെയ്യാം. Basically a set of rules established by the algorithm applicant even to unknown data. The inference algorithm uses model and apply to it to and any given data. Finally, it delivers the result output. അപ്പൊ നമുക്കറിയാം ഏതെങ്കിലും ഒരു മോഡൽ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് സൂപ്പർവൈസറും അൺസൂപ്പർവൈസറും എല്ലാം വെച്ച് നമ്മൾ അതിനെ ഒന്ന് പഠിപ്പിച്ച് അതിന് ഏതൊക്കെ ഡേറ്റ ഉണ്ട് അതിനെല്ലാം ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു മോഡലായിരിക്കും നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത്. Equipped with the right vocabulary, we can take a closer look at the execution of machine learning project. We select the machine learning methods for which we want to train a model. The choice will depend on the problem to be solved, the available data, the experience, and also going out the feeling. നമുക്കറിയാം
നമ്മുടെ മെഷീൻ ലേണിംഗ് നമ്മൾ പറഞ്ഞു, നമ്മൾ അതിനകത്ത് ഡേറ്റാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് എല്ലാം ഒബ്സർവ് ചെയ്ത് അതിനകത്ത് വേണ്ട ഡേറ്റാസ് ആയിരിക്കും നമ്മൾ സോൾവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. കാരണം അവിടെ ഒരു മോഡലാണ് നമ്മൾ എടുക്കുന്നത്. ദെൻ വി ഡിവൈഡ് ആൻ available data into two parts, the training data and the test data. We apply our training data and thus obtain our model. The model is checked or the unknown test data. It is the most important, and that the test data are used during the training phase under any circumstance. The reason is obvious. നമുക്കറിയാം, നമുക്ക് ട്രെയിൻഡ് ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ അവിടെ ടെസ്റ്റിംഗ് ഡേറ്റാസ് വെച്ച് ചെയ്യുന്നത്. ദിസ് റീസൺ ഈസ് ഒബ്വിയസ്. കമ്പ്യൂട്ടേഴ്സ് ആർ great at learning by heart. Complex models like a neural networks can actually start to memorize by themselves. The following result might be quite remarkable. There is only one flaw. There is not based on the model formulated by the program, but on memorized data. The effect is called overfitting. However, the testing data are supposed to simulate to the unknown during the quality control and to check whether the model has reality learned something. A good model achieves about the same error rate on the testing data. On the നമ്മൾ ഹാർട്ടിന്റെ കേസിൽ നമ്മൾ ഇങ്ങനെ ഡേറ്റാസ് പാസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ആണോ അല്ലയോ, അത് കറക്റ്റ് ആണോ അൺനോൺ ആണോ എന്നുള്ളൊക്കെ രീതിയിൽ നിൽക്കണം. We use the training data to develop the model with the learning algorithm. The more data we have, the stronger the model becomes. Using all available data for the training algorithms is called an epoch. Epoch എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നിൽക്കുന്ന all available data for the training algorithm is called an epoch. In order to test it, the trained model is used the test data unknown. It is to make a predictions. നമ്മളറിയാം, ആ ട്രെയിൻഡ് മോഡൽ വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പ്രഡിക്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. If we did everything right, the prediction on unknown data should be as good as on the training data. The model can generalize and solve the problem. All it most basic machine learning use a programmed algorithm that receive and analysis input data to predict output values. ഇപ്പൊ നമുക്കറിയാം, ഇതിനകത്ത് നമ്മള് മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു പ്രോഗ്രാമിംഗ് അൽഗോരിതംസ് ആണ്. അത് ഡേറ്റാസിനെ ഇൻപുട്ട് ചെയ്യുകയും റിസീവ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ അതിനൊരു പ്രഡിക്റ്റ് ഒക്കെ ചെയ്ത് അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത്. ഈ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു taxonomy based on the desired outcome of the algorithms. Common algorithms they type include, അത് നമുക്കറിയാം, സൂപ്പർവൈസ്ഡ് അൺസൂപ്പർവൈസ്ഡ് ആണ്. അതായത് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, ദ അൽഗോരിതം ജനറേറ്റ് ദ ഫംഗ്ഷൻ ദാറ്റ് മാർക്സ് ഇൻപുട്ട് ടു ദ ഡിസൈർഡ് ഔട്ട്പുട്ട്. നമുക്കറിയാം, സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണെങ്കിൽ നമുക്കറിയാം അതിനകത്ത് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് എത്തുന്നതിന് ഒരു കറക്റ്റ് വേ ഉണ്ടായിരിക്കും, അതിനൊരു പാത്ത് ഉണ്ടായിരിക്കും, നമ്മൾ അതിനുവേണ്ടി ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പ്രോബ്ലം വൺ സ്റ്റാൻഡേർഡ് ഫോർമുലേഷൻ ഓഫ് ദ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ടാസ്ക് ഈസ് ദ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം. ദ ലേണർ റിക്വയർഡ് ടു ലേൺ a function which maps vector into the several classes by looking for a several input and example. അതായത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് നമുക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിന്ന് എൻഡിങ് സ്റ്റേജിലേക്ക് എത്താൻ നമുക്കൊരു ഇതുണ്ട്, പാത്തുണ്ട്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് നമുക്ക് അറിയാം എന്നുള്ളതാണ് ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് അപ്രോച്ച്. Supervised learning is fairly common in classification problem because the goal is often to get the computer to learn a classification system that we have created. Digital recognition, once again, is a common example of classification learning. Either digital recognition or classification learning in example. Generally, classification learning is applicable for in from where deducting a classification is useful and the classification is easy to determine. അപ്പം ഇവിടെ കാണിച്ചിട്ടുണ്ട് classification is easy to determine. In some cases, it might not even the necessity to give predetermined classification to every instance of the problem. If the agent can work out the classification for itself. Either supervised learning often leaves the probability for input undefined. The model is not needed as long as the input as a variables.
from the observation of outputs. അതായത് ഒബ്സർവേഷൻ ഇൻപുട്ട് ആണെങ്കിൽ അതിനെ നമുക്ക് ഒബ്സർവേഷൻ ഓഫ് ഔട്ട്പുട്ട്. ഇനി എന്തായിരിക്കും ഇവിടെ പറയുന്ന അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണെങ്കിൽ ലാലന്റ് വേരിയബിൾസ് ഒബ്സർവേഷൻസ്. എക്സാമ്പിൾസ് ഓഫ് സൂപ്പർവൈസ്ഡ് ആൻഡ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സൂപ്പർവൈസ്ഡ് നിൽക്കുന്നത്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഈസ് ദ മോസ്റ്റ് കോമൺ ടെക്നിക് ഫോർ ട്രെയിനിങ് ന്യൂറൽ നെറ്റ്വർക്ക് ആൻഡ് ഡിസിഷൻ ട്രീസ്. Both of these techniques are highly dependent on the formation of given by the different case. In case of neural network, the classification determines the error of the network and adjust the network to minimize it. അപ്പോൾ ഇവിടുത്തെ ഒരു കേസിൽ നമുക്കറിയാം അതിനകത്തൊരു എറർ വരുന്നത് കുറവായിരിക്കും. മറ്റേ അൺസൂപ്പർവൈസ്ഡിനകത്തായിരിക്കും വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഇച്ചിരി എററിന്റെ ഒരു കേസ് ഒക്കെ കൂടുതലായിട്ട് വരാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം മറ്റേതിനകത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു മോഡലിനകത്തോട്ട് നമ്മൾ ടെസ്റ്റിംഗ് ഡേറ്റാസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അൺസൂപ്പർവൈസ്ഡ് ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും അതിനകത്ത് നമ്മൾ എല്ലാ ഡേറ്റാസും നമ്മൾ കൊടുത്തിട്ട് അതിനകത്തു നിന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ബോത്ത് ദ എക്സാമ്പിൾസ് ഹാവ് സം സൂപ്പർവിഷൻ ഈസ് എ ഫോർം ഓഫ് പ്രീ ഡിറ്റർമിൻഡ് ക്ലാസിഫൈഡ്. അതായത് പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ട്രെയിൻഡ് ഡേറ്റ അതിൻ്റെ അകത്തുനിന്ന് ഫീച്ചർ വെക്റ്റർ കൊടുക്കുന്നു. അതിൻ്റെ അകത്തുനിന്ന് അൽഗോരിതം വെച്ചിട്ട് അൽഗോരിതംസ് വെച്ചിട്ട് നമ്മൾ അതിനെ ട്രെയിൻ ചെയ്തെടുക്കുക. ലേണിംഗ് ഫേസ് ഓഫ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതംസ്. ഇത് ലേണിംഗ് ഫേസ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ട്രെയിൻഡ് ഡേറ്റ ഫീച്ചർ വെക്റ്റർ അതിൻ്റെ അകത്തുനിന്ന് വച്ചിട്ട് നമ്മൾ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഓരോരോ അൽഗോരിതംസ് സെലക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനു വേണ്ടി ഇവിടെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. ഇൻഡക്റ്റീവ് മെഷീൻ ലേണിംഗ്, ദ പ്രോസസ് ഓഫ് ലേണിംഗ് എ സെറ്റ് ഓഫ് റൂൾസ് ഫ്രം ഇൻസ്റ്റൻസ് ട്രെയിനിങ് സ്റ്റേറ്റ് ഓർ മോർ ജനറലി സ്പീക്കിംഗ് creating a classifier that can be used to generate from new instance. The process applying supervised machine learning in a real world problem is described below. അതായത് റിയൽ വേൾഡിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു എപ്പോഴും നമ്മൾ എന്തായിരിക്കും കളക്ട് ദ ഡേറ്റാബേസ്. സൂപ്പർവൈസറിൽ നമുക്ക് മാക്സിമം കളക്ട് ദ ഡേറ്റ ചെയ്യുന്നത്. ഇഫ് എക്സ്പെർട്ട് ഈസ് അവൈലബിൾ then she or she could suggest which fields, attributes, features are the most information showing everything available in the process. I think information relevant features are isolated. ഈ ഡേറ്റ പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസ്സിംഗ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയെ പ്രിപ്പയർ ചെയ്യും പ്രോസസ് ചെയ്യും. ഡിപ്പെൻഡിങ് ഓൺ ദ circumstance, there are a number of methods to choose from the handy missing data per noise detection. ഒക്കെ നമുക്കറിയാം മിസ്സിംഗ് ആയിട്ടുള്ള ഡേറ്റാസ് ആണ് നോയിസ് ആയിട്ടുള്ളതൊക്കെ. അപ്പൊ അതിനകത്ത് നല്ല നമുക്ക് വേണ്ടതിനെ മാത്രം പ്രിപ്പയർ ചെയ്ത് വേണ്ടതിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഡിഫൈൻ ട്രെയിനിങ് ഡേറ്റ ഇങ്ങനെ തന്നിരിക്കുന്നതനുസരിച്ചിട്ട് goal of learning algorithm is to minimize the error. അതായത് നമ്മൾ അതിനെ വേണ്ടതിനെ മാത്രം എന്നല്ല നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് തന്നിരിക്കുന്ന എല്ലാ ഡേറ്റയും കൂടെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ദ ഗോൾ ഓഫ് ദ ലേണിംഗ് അൽഗോരിതം ഈസ് ടു മിനിമൈസ് ദ എറർ വിത്ത് റെസ്പെക്ട് ടു ദ ഗിവൺ ഇൻപുട്സ്. ഗിവൺ ഇൻപുട്സ് വെച്ചിട്ട് അതിനെ മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് എടുക്കുന്ന ദീസ് inputs often called the training set are the example from which the agent try to learn. These inputs often called the training set are the examples of which the agent to learn, but learning the training set is not necessarily. അതായത് നമ്മൾ ഇതിനകത്തുനിന്ന് ഏറ്റവും സെലക്ട്. Then we need to select a suitable algorithms and perform training and evaluate the result. If we satisfied with the result, the classifier is trained, else the parameter training done and with. അതായത് നമ്മൾ ആ അൽഗോരിതംസിൽ അത് ഓരോന്നിനും വെച്ചിട്ട് നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് നിർത്തും. ഇനി സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് categorization എങ്ങനെയായിരിക്കും? It is important to remember that all supervised learning algorithms are essentially complex algorithms categorized as either classification or regression. രണ്ട് രീതിയിലാണ് അതിനെ ചെയ്യുന്നത്. either classification models എന്നും regression models എന്നും. ഇനി അടുത്തതിനകത്ത് classification models are used for problem where the output variable can be categorized. അത് ശ്രദ്ധിച്ചാൽ മതി. such as yes or no or pass or fail.
classification models are used to predict the categories of the data. Real life examples include spam detection, sentiment analysis, സ്കോർ കാർഡ് പ്രഡിഷൻസ് ഓഫ് എക്സാംസ്. അതായത് സ്കോർ കാർഡിന്റെ പ്രഡിഷൻ ഒക്കെ അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് മോഡൽസ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടുത്തെ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ യെസ് ഓർ നോ അല്ലെങ്കിൽ പാസ് ഓർ ഫെയില് അങ്ങനത്തെയൊക്കെ ഒരു ഇതിന് വേണ്ടിയാണ്. അപ്പം അതിനുള്ള എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത് സ്പാം ഡിറ്റക്ഷന്, സെന്റിമെന്റ് അനാലിസിസ്, സ്കോർ കാർഡ് പ്രഡിഷൻ ഒക്കെ. ഇനിയെന്ന് പറഞ്ഞാൽ അടുത്തെന്ന് പറഞ്ഞാൽ റിഗ്രഷൻ മോഡൽസ് ആണ്. റിഗ്രഷൻ മോഡൽസ് ആർ യൂസ്ഡ് ഫോർ പ്രോബ്ലംസ് where the output variables is a real value such as a unique number, rollers, salary, weight or pressure. For example, അതായത് ഇതിനു വേണ്ടിയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് റിയൽ വാല്യൂസ് സച്ച് ആസ് എന്ന് പറയുമ്പോൾ where the output variable is a real values എന്തായിരിക്കും യൂണിക് ആയിട്ടുള്ള നമ്പേഴ്സും ഡോളേഴ്സ്, സോളറി, വെയിറ്റ്. ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് a most often used to predict ന്യൂമറിക്കൽ വാല്യൂസ് ബേസ്ഡ് ഓൺ അതായത് ന്യൂമറിക്കൽ ആയിട്ടുള്ള ഒരു വാല്യൂസ് ആണ് ഇതിന്റെ ഒരു കേസിൽ. Some of the most familiar regression algorithms include the linear regression, logistic regression, polynomial regression and ridge regressions. അപ്പൊ അതുകൂടി ഒന്ന് നോക്കിക്കാം. 4 ഇമ്പോർട്ടന്റ് ആയിട്ട് റിഗ്രഷൻ മോഡൽസ് 4 രീതിയിലുണ്ട്. ഏതൊക്കെയായിരിക്കും എന്നുള്ളതാണ്. ലീനിയർ റിഗ്രഷൻസ്, ലോജിസ്റ്റിക് റിഗ്രഷൻസ്, polynomial regressions and ridge regressions. Categories of supervised machine learning. There are many practical application of supervised learning algorithms in a real life, including test categorization, face detections, supervised learning, face detection, signature recognition, customer discovery, spam detection. എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഉപയോഗിക്കുന്നതെന്നുള്ളതാണ്. ടെസ്റ്റ് കാറ്റഗറൈസേഷൻ, ഫേസ് ഡിറ്റക്ഷൻ, signature recognition, customer discovery, spam detection, weather forecasting, predicting housing price based on the prevailing market price. അതായത് നമ്മൾ ഏതായിരിക്കും സ്റ്റോക്ക് പ്രൈസ് പ്രഡിഷൻസ് among others. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൂപ്പർവൈസ്ഡ് ആൻഡ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അത് സാധാരണ ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സൂപ്പർവൈസ്ഡ് ആൻഡ് അൺസൂപ്പർവൈസ്ഡ്. അപ്പം ഞാൻ അത് വായിക്കുന്നില്ല, നിങ്ങൾ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല. ഇനി സൂപ്പർവൈസ്ഡ് ലേണിംഗ് മോഡൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേരിയബിൾസ് വിൽ ബി ഗിവൺ. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇത്ര നേരം പറഞ്ഞ് അതനുസരിച്ചിട്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പം എന്തായിരിക്കും എന്നുള്ളത് ജസ്റ്റ് നന്നായിട്ടൊന്ന് വായിച്ച് പഠിച്ചു വെക്കണം, എന്നിട്ട് എക്സാമിന് എഴുതേണ്ടതാണ്. നമ്മളിവിടെ പറഞ്ഞുണ്ട് ആദ്യത്തെ കേസിൽ പറഞ്ഞിരിക്കുന്ന ഇന്ന സൂപ്പർവൈസ്ഡ് ലേണിംഗ് മോഡൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേരിയബിൾസ് വിൽ ബി ഗിവൺ. നമുക്കറിയാം സൂപ്പർവൈസ്ഡ് ലേണിംഗ് നമുക്കറിയാം കറക്റ്റ് ആയിട്ട് ലേൺ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അതിനകത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും അറിയാം. ഈ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് മോഡൽ ഇൻപുട്ട് ഡേറ്റ ഗിവൺ ആയിരിക്കും, നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് അറിയത്തില്ല, നമ്മൾ അതിലേക്ക് എത്തണം. അപ്പം ആ രീതിയിൽ നിങ്ങൾ ഇതിനെ നന്നായിട്ട് നോക്കിയിരിക്കും, വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, the following are the various situations where supervised and unsupervised learning approaches. ഏതിലൊക്കെയാണ് സൂപ്പർവൈസ്ഡും അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്? ഇൻ സൂപ്പർവൈസ്ഡ് the machine is trained using data which is well labeled. ഒന്ന് രണ്ടെണ്ണം വായിച്ചുകൂടിയാണ്. Unsupervised learning is a machine learning technique where you did not need to supervise the models. അപ്പൊ അത് നോക്കുക നിങ്ങളെന്ന്. ഈ ജനറൽ എ ഗുഡ് സ്ട്രാറ്റജി ഫോർ in the right machine learning approach എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവാലുവേറ്റിംഗ് ദ ഡേറ്റ, ഡിഫൈൻ ദ ഗോൾ, റിവ്യൂ അവൈലബിൾ അൽഗോരിതം, സ്റ്റഡി സക്സസ്ഫുൾ ആപ്ലിക്കേഷൻസ്. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവാലുവേറ്റ് ഇറ്റ് ഈസ് എ ലേബിൾഡ് ഓർ അൺലേബിൾഡ്. Is there available expert knowledge to support the additional labeling? There will be help to determine whether a supervised, unsupervised or semi-supervised reinforcement learning approaches should be used. അപ്പം ശരിക്കും സൂപ്പർവൈസർ എന്താണ്, അൺസൂപ്പർവൈസർ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഒരു 2 ബ്ലോക്കാണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ്. ബ്ലോക്ക് 1 ബ്ലോക്ക് 2 അത് നന്നായിട്ട് പഠിച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് മാർക്ക് എഴുതാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ബാക്കി അതിൻ്റെ അകത്ത് ക്ലസ്റ്ററിങ്, എക്സ്ട്രാക്ഷൻ, ഫീച്ചർ, അങ്ങനെ ഓരോരോ സ്റ്റെപ്സുകളാണ് വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് ചോദിക്കുന്നില്ല. എങ്കിലും ആദ്യത്തെ ഒരു 2 ബ്ലോക്ക് റിവ്യൂ അവൈലബിൾ അൽഗോരിതം ദാറ്റ് മേ സ്യൂട്ട് ദ problem
may suit the problem with regards to dimensional. Candidate algorithm should be suited to the overall volume of data and its study successful application of the algorithms type a similar problems. അപ്പം നിങ്ങൾ ഇതൊന്ന് ഈ ചാപ്റ്റർ നോക്കുക. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഒബ്ജക്ട് ക്ലാസിഫിക്കേഷൻ യൂസിങ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു സൂപ്പർവൈസ്ഡ് ലേണിംഗ്. അവിടെ നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ഉണ്ട്, ഇൻപുട്ടിൽ നിന്ന് നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തുന്നു അതിന്റെ ഇരിക്കുന്നത്. ഇവിടുത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് മാത്രമേ കാണുള്ളൂ. അതാണ് ഇവിടുത്തെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. ക്ലസ്റ്ററിംഗ് ഈസ് എ ടെക്നിക് ഫോർ ഐഡന്റിഫൈ സിമിലാരിറ്റി ഗ്രൂപ്പ് ഇൻ ഡേറ്റ കോൾഡ് ക്ലസ്റ്റേഴ്സ്. നമുക്കറിയാം ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സിമിലാരിറ്റി ആയിട്ടുള്ള ഡേറ്റാസിനെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഇറ്റ് ഗ്രൂപ്പ്സ് ഡേറ്റ ഡിസ്റ്റൻസ് ദാറ്റ് ആർ സിമിലർ ടു each other in one cluster and data instance that are very different from one second. Clustering is the technique for identifying similarity groups in data called clusters. A group data instances that are similar to each other in one cluster and data instances that are very different from each other into different clusters. Clustering is often called an unsupervised learning task as no class values denoting as an priori grouping of the data instance are specified beforehand as in one is supervised learning. Historical reason clustering is often synonymous with the unsupervised learning. അപ്പം ഇത് നമുക്കറിയാം ഇങ്ങനെ ഇതിനാണ് നമ്മൾ ഇങ്ങനത്തെ ഓരോന്നിനെ ഇതിനെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്നതിനാണ് നമുക്ക് ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഒറിജിനൽ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേന് ഇതുണ്ടോ ഇതിന്റെ ഒരു കേസിൽ നമുക്കറിയാം അതിനകത്ത് 2 ക്ലസ്റ്റേഴ്സ്. അപ്പം രണ്ടെണ്ണം വെച്ച് നമ്മൾ യോജിച്ച് ചെയ്യുന്ന പോകുന്നത് 4 ക്ലസ്റ്റേഴ്സ് 6 ക്ലസ്റ്റേഴ്സ്. അപ്പം ആ രീതിയിൽ നമുക്ക് ഡിഫറെന്റ് വേസ് ഓഫ് ക്ലസ്റ്ററിങ് സെയിം ഡേറ്റ പോയിന്റ്സ്. അപ്പൊ അവിടുത്തെ പിക്ചർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇൻട്രൊഡക്ഷൻ ടു ക്ലസ്റ്റേഴ്സ്. ക്ലസ്റ്റേഴ്സിനെ കുറിച്ച് വീണ്ടും ഇൻട്രൊഡക്ഷൻ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. The problem of pattern clustering may be regarded as one of the discriminating the input data not between individual patterns the clustering may be regarded as one of the discriminating the input data not between individual patterns but between populations. These populations are searched for a match with the new object with the help of its features. The objective is to categorize patterns into a classes so that the patterns belong to a different class as will be separated. അപ്പോൾ നമുക്കറിയാം ഓരോ ക്ലാസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടുത്തെ തന്നെ സിമിലർ ആയിട്ടുള്ളതിനെ എല്ലാത്തിനെയും കൂടെ ഓരോ ക്ലാസ്സിലേക്ക് മാറ്റുവാണ് ചെയ്യുന്നത്. The population are searched for a match with a new object with the help of features. The objective is to categorize pattern into class so that the patterns belongs to a different class are well separated. The process may start with or without any knowledge of feature space. When we have a prior knowledge about the classes subset of data, it is called a supervised classification or classification. When noting is not prior, the scheme is called a unsupervised classification or a clustering. In case of supervised classification, the labeled subset of data is called a ട്രെയിനിങ് ഡേറ്റ. അവിടെ നമ്മൾ എന്താ പറയുന്നത് ലേബിൾഡ് ട്രെയിനിങ് ഡേറ്റ എന്നാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. എ ലൂസ് ഡെഫിനേഷൻ ഓഫ് ക്ലസ്റ്ററിംഗ് കുഡ് ബി ദ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ് ഒബ്ജക്റ്റ് ഇൻ ടു എ ഗ്രൂപ്പ് ഹൂസ് മെമ്പേഴ്സ് ആർ സിമിലർ ഇൻ സം വേ.
therefore a collection of which are similar to each other and are dissimilar object to belonging to other clusters. Similar ആയിട്ടുള്ളതിനെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കുന്നു, ഡിസിമിലർ ആയിട്ടുള്ളതിനെ എല്ലാം നമ്മൾ വേറൊരു സെഷനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ക്ലസ്റ്റർ അനാലിസിസ് ഈസ് യൂസ്ഡ് ടു form descriptive statistics assertion whether or not the data consists of set of distinct subgroups. Each group represents object with substantially different properties. അപ്പൊ ഇവിടുത്തെ നിങ്ങൾ ഫിഗർ നോക്കിയാൽ മതി, ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിന് വേണ്ടി. ദ നോഷൻ ഓഫ് ക്ലസ്റ്റർ ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ദ ഡിഫിക്കൽറ്റി ഓഫ് ഡിസൈഡിങ് ആൻഡ് what consisted of a cluster, consider figure 1 which shows which shows 20 points and 3 different way of dividing them into clusters. ഇത് 20 ആയിട്ടുള്ളതുണ്ട്, അതിന് എങ്ങനെയായിരിക്കും ഡിഫറെന്റ് ആയിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും ക്ലസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. ദ ഷേപ്പ് ഓഫ് ദ മാർക്കേഴ്സ് ഇൻഡിക്കേറ്റ് ദ ക്ലസ്റ്റർ മെമ്പർഷിപ്പ്. Figure 1b and figure 1d divide the data into 2 and 6 parts respectively. The apparent division of each of the 2 larger clusters into 3 subclusters. അതായത് ലാർജർ ക്ലസ്റ്റേഴ്സിനെ നമ്മൾ വീണ്ടും ലാർജർ ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സിനെ വീണ്ടും സ്മോൾ ക്ലസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ തരംതിരിച്ച് എടുക്കുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇൻ ഫിഗർ 1c there are 1c നോക്കിക്കേ, there are 4 clusters. The figure illustrates that the definition of cluster embraces and the best definition depending on the nature of the data and the desired output. അപ്പൊ അതിന്റെ നേച്ചറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ ചെയ്യുന്നത്. ഡിഫറെന്റ് വേസ് ഓഫ് ക്ലസ്റ്റേഴ്സ് ഓൺ സെയിം ഡേറ്റ പോയിന്റ്സ്. വേരിയസ് എക്സാമ്പിൾ ഓഫ് ക്ലസ്റ്ററിംഗ് ആപ്ലിക്കേഷൻ ആസാറ് എവിടെയൊക്കെയാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നത് ഹെൽപ്പ് മാർക്കറ്റേഴ്സ് distinct group in their customer bases and then use this knowledge to develop the targeted marketing programs. അപ്പം എവിടെയാ ക്ലസ്റ്റേഴ്സ് എന്ന് ഉപയോഗിക്കുന്ന മാർക്കറ്റേഴ്സ് ഡിസ്റ്റിന്റ് ഗ്രൂപ്പ് ഉള്ളൊരു കസ്റ്റമർ ബേസിസിന് പല ഗ്രൂപ്പിലുള്ള നമ്മുടെ മാർക്കറ്റ് ബേസിലാണെങ്കിൽ നമ്മൾ എല്ലാവരും എടുക്കുന്ന വെച്ചാൽ ഒരു 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവര്, 5000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവര്, 10000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന. അപ്പൊ നമ്മൾ അതിനെ ഓരോ ടാർഗറ്റ് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് നമുക്കറിയാം ഈ 10000 രൂപയാണ് ബൈക്ക് മാർക്കറ്റ് ചെയ്യുന്നവരെയാണ് നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആ രീതിയിലൊക്കെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്ലസ്റ്റേഴ്സിനെയൊക്കെ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ തരംതിരിക്കാം. ലാൻഡ് യൂസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഏരിയാസ് ഓഫ് സിമിലർ ലാൻഡ് യൂസ് ഇൻ എർത്ത് ഒബ്സർവേഷൻ ഡേറ്റാബേസ്. പിന്നെ ഇൻഷുറൻസിന്റെ കേസ്, സിറ്റി പ്ലാനിങ്, എർത്ത് ക്വിക്ക് സ്റ്റഡീസ്, ഇമേജർ. അതായത് ഇന്ന സ്ഥലങ്ങളിൽ എർത്ത് ക്വിക്ക് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ അതിനെ എന്നാ പറയുന്നത് ഒരു ക്ലസ്റ്റർ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലസ്റ്ററിംഗ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് യൂട്ടിലൈസ്ഡ് ഡേറ്റ മൈനിങ് ടെക്നിക്സ്. It has a long history and used in almost every medicine, botany, social biology, archaeology, marketing, insurance, library. പലയിടത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഗ്രൂപ്പ് പീപ്പിൾസ് ആർ try to gather to make a small, medium and large ടെസ്റ്റ്. നമുക്കറിയാം നമ്മൾ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം അതായത് സ്മോൾ, മീഡിയം, ലാർജ് നമ്മൾ അവിടെ തരം അതൊക്കെ ടൈലർ made for each person to one size fit all does not fit all. അപ്പൊ നമുക്കറിയാം നമുക്ക് അവിടെ ഏതൊക്കെ തരംതിരിച്ച് ഗ്രൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കറിയാം. ഇൻ മാർക്കറ്റിംഗ് സെഗ്മെന്റ് കസ്റ്റമേഴ്സ് അക്കോർഡിംഗ് ടു ദെയർ സിമിലാരിറ്റീസ് ടു ഡു അവിടെ ഒരു ടാർഗറ്റ് ബേസിലായിരിക്കും അതായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഓരോ എക്സാമ്പിൾ ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കുക. A good clustering method will produce a high quality clusters with a high intra-class similarity, in-class, inter-class similarity. Daily expenditure of a X1 and a clothing S2 of a 5%. അപ്പൊ നമുക്കൊരു 5% ഒരു സിമിലാരിറ്റീസ് എടുക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് X1 എന്ന് പറയുമ്പോൾ അതായിരിക്കും ഫുഡിന്റെ
രണ്ടായിരിക്കും വരുന്നത്. ക്ലോത്തിങ്ങിന്റെ കേസിൽ 4, ബീഡ് നമ്മൾ അതനുസരിച്ചിട്ട് അതിനെ ഒരു ഗ്രൂപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഏകദേശം അടുത്തടുത്ത് വരുന്നത് സിമിലർ ആയിട്ട് ഏകദേശം അടുത്ത് വരുന്നതിനെ നമ്മൾ ഒറ്റ ക്ലസ്റ്റർ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി മേജർ ക്ലസ്റ്ററിംഗ് അപ്രോച്ചസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. മേജർ ക്ലസ്റ്ററിംഗ് വിളിക്കുന്ന അതിൻ്റെ അകത്ത് വരുന്നത് പാർട്ടീഷനിങ് അൽഗോരിതംസ്, ഹൈറാർക്കി അൽഗോരിതംസ്, ഡെൻസിറ്റി ബേസ്ഡ്, ഗ്രിഡ് ബേസ്ഡ്, മോഡൽ ബേസ്ഡ്, സാമ്പിൾ ബേസ്ഡ്, അൽഗോരിതംസ്, കൺസ്ട്രെയിൻഡ് ബേസ്ഡ്. അപ്പൊ മെയിൻ ഇതിനകത്ത് എന്ന് പറയുന്ന വി വിൽ ബിഗിൻ ദിസ് ബൈ ഡിസ്ക്രൈബിംഗ് ദ മേജർ ക്ലസ്റ്റർ അപ്രോച്ചസ്. ക്ലസ്റ്ററിംഗ് ആയിട്ടുള്ള അപ്രോച്ചസ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മേജർ ക്ലസ്റ്ററിംഗ്സ് ആണ് ചോദിക്കാവുന്നതാണ് എക്സാമിന്. പാർട്ടീഷനിങ് അൽഗോരിതംസ്, ഹൈറാർക്കി അൽഗോരിതംസ്, ഡെൻസിറ്റി ബേസ്ഡ്, ഗ്രിഡ് ബേസ്ഡ്, മോഡൽ ബേസ്ഡ്, സാമ്പിൾ ബേസ്ഡ്, ഹൈ ഡയമെൻഷണൽ അൽഗോരിതംസ്, കണ്ടന്റ് ബേസ്ഡ്. അപ്പൊ അതിനകത്ത് വരുന്നത് അപ്പൊ അതിനകത്ത് ക്ലസ്റ്ററിംഗ് അൽഗോരിതംസിനെ മേ ബി ക്ലാസിഫൈഡ് ആസ് ലിസ്റ്റ് ഗിവൺ. എന്തൊക്കെയായിരിക്കുന്ന ക്ലസ്റ്ററിംഗ് അൽഗോരിതംസിനെ നമ്മൾ വീണ്ടും തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെയായിരിക്കുന്നതാണ്? എക്സ്ക്ലൂസീവ് ക്ലസ്റ്ററിംഗ്, ഓവർലാപ്പിംഗ് ക്ലസ്റ്ററിംഗ്, ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ്, അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിംഗ്, ഡിവൈസീവ് ക്ലസ്റ്ററിംഗ്, പ്രോബബിലിസ്റ്റിക് ക്ലസ്റ്ററിംഗ്. ഈ രീതിയിലാണ് നമ്മൾ അതിനെ കളിച്ചിരിക്കുന്നത്. അപ്പം അറിയാം ക്ലസ്റ്ററിങ്ങിനെ തന്നെ വീണ്ടും തരംതിരിച്ചിരിക്കുന്ന എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സ്ക്ലൂസീവ് ക്ലസ്റ്ററിംഗ്. In exclusive clustering, data are grouped in a exclusive way so that a certain data belongs to only in the operand class. In overlapping clustering, the overlapping clustering using fuzzy set to cluster data so that each point may belong to 2 more clusters with a different degrees or membership. In hierarchical clustering algorithm has 2 versions, agglomerative, divisive. തന്നെ തരംതിരിച്ചിരിക്കുന്ന അഗ്ലോമാറ്റിക് based on the unit to nearest. Basic clustering is started from one clustering containing all data terms. ഈ probabilic clustering എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ ഒന്ന് പഠിച്ചായിരുന്നു. എന്തായിരിക്കും അതിൻ്റെ അകത്തൊരു ചാൻസ് വെച്ചിട്ടിരിക്കുന്നത്. അതായത് അതിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള the following requirements should be classified by the clustering algorithms. Scalability, dealing with the different types of attributes, discovering clusters of arbitrary shape, ability to deal with noise and outliers, high dimensionality, intensity to the order of the attributes, interpretability and usability. ഇനി മോഡൽ പ്രോബ്ലംസ് ഇതിനകത്ത് എൻകൗണ്ടർ ചെയ്യുന്ന എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ക്ലസ്റ്ററിങ്. ഡീലിംഗ് വിത്ത് ലാർജ് നമ്പർ ഓഫ് ഡയമെൻഷൻസ്. അതായത് നമുക്കിപ്പം ചെറിയ കുറച്ച് ഡേറ്റാസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുഴപ്പമില്ല. അതേ സമയത്ത് ഇത് ഒത്തിരി സംഭവങ്ങളുള്ളപ്പം നമുക്ക് അതിനകത്ത് എന്തായിരിക്കും സംഭവം, നമുക്ക് ഒരു വലിയൊരു ഡയമെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഡേറ്റാസിനെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഡീലിംഗ് വിത്ത് large number of dimension and large number of objects can be prohibitive due to a time complexity. The effectiveness of an algorithm depends on the definition of similarity measure. Either അവിടെ നമുക്കൊരു സിമിലാരിറ്റീസ് ഒത്തിരി വലുതൊക്കെ വരുമ്പോൾ അതിന്റെ എഫക്റ്റീവ്നെസ് ഒക്കെ നമുക്ക് വളരെ എന്തിരിക്കും. The outcome of an algorithms can be interpreted in different ways. ഈ ക്ലസ്റ്ററിംഗ് അൽഗോരിതംസ് നമ്മൾ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് വീണ്ടും തരംതിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പം പിക്ചോറിക്കലായിട്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ക്ലസ്റ്ററിനെ ഹൈറാർക്കിക്കൽ, നോൺ ഹൈറാർക്കിക്കൽ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അത് ഹൈറാർക്കിക്കലിനകത്ത് വരുന്നതാണ് അഗ്ലോമാറ്റീവും ഡിവൈസീവും. പിന്നെ നോൺ ഹൈറാർക്കിക്കലിനകത്ത് വരുന്നതാണ് ഓവർലാപ്പ് ആൻഡ് നോ ഓവർലാപ്പിങ്. ഈ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ രീതിയിൽ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനാണ് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ്. ദീസ് മെത്തേഡ് കൺസിഡർ ദ ക്ലസ്റ്ററിംഗ് ബൈ റിക്കർസിവ്ലി പാർട്ടീഷനിങ്. ദ ഇൻസ്റ്റൻസ് ഈസ് ഐദർ എ ടോപ്പ് ഡൗൺ ഓർ എ
ബോട്ടം അപ്പ് ഫാഷൻസ്, ഒന്നെങ്കിൽ ഒരു ടോപ്പ് ഡൗൺ മുകളിൽ നിന്ന് താഴേക്ക്, അതായത് ഹൈയിൽ നിന്ന് താഴേക്ക്, അല്ലെങ്കിൽ ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് ആയിരിക്കും, താഴേന്ന് മുകളിലേക്ക്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഇതിനാണ് ഹൈറാർക്കി clustering എന്ന് പറയുന്നത്. This method considers the clusters were partition the instance in either a top down or a bottom up function. A hierarchy can be represented by a tree structure. A tree structure നമ്മൾ ചെയ്യുന്നതാണ്. For example, patients is an animal hospital are composed of two main groups, dogs and cats, each of which can be subbed into further subgroup. Each of the individual animals 1 through 5 is represented at the lowest level of the tree. അപ്പൊ നമ്മൾ അതിനെ ഒരു 1 to 5 ആയിട്ട് നമ്മൾ വീണ്ടും ഒരു ക്ലാസിഫൈ ചെയ്യാൻ, അതിന്റെ ഓരോരോ ലെവൽസ് ആയിട്ട്. 1 ആണെങ്കിൽ ഏത് ലെവലായിരിക്കും, അതായത് അനിമൽസിന്റെ. ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് refers to a clustering process that organize the data into a large group which contain smaller groups and so on. A hierarchical clustering can be drawn as a tree to or a dendrogram. Finest grouping is at the bottom of the dendrogram, each sample by itself for a cluster. അപ്പം ഇതിന്റെ ഒരു കേസിൽ നമുക്കറിയാം, നമ്മൾ ഓരോന്നിനെയും ക്ലാസിഫൈ ചെയ്ത് ക്ലാസ് ചെയ്യുന്നത് നെസ്റ്റഡ് ക്ലസ്റ്റേഴ്സ്. ഇതിന്റെ ക്ലാസ്സിൽ ഒരു ഡെൻഡോഗ്രാം പോലെ നമ്മളൊരു ബിഗ് ആയിട്ട് ഒരെണ്ണത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനെ ഡയഗ്രാം ചെയ്യുന്നത് നെസ്റ്റഡ് ക്ലസ്റ്റർ ആയിട്ട് ശ്രമിക്കുന്നു. ഇനി അഗ്ലോമാർട്ടി, നമ്മൾ അറിഞ്ഞ അതിനെ തന്നെ രണ്ട് രീതിയിൽ തരംതിരിക്കുന്നതാണ് അഗ്ലോമാർട്ടി ക്ലസ്റ്ററിങ്ങും ഈ രണ്ട് ക്ലസ്റ്ററിംഗ് ആയിട്ട് തരംതിരിക്കുന്നത്. അപ്പം അതൊരു ഒന്ന് ട്രീ സ്ട്രക്ചർ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു കുറച്ച് ഇക്വേഷൻ ഇതിന്റെ അകത്ത് നിങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് നോക്കുക, ക്ലസ്റ്ററിങ് യൂസ് ചെയ്യുന്ന ഏതിലൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പാർട്ടീഷണൽ ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ എന്തായിരിക്കുന്ന. പാർട്ടീഷൻ ക്ലസ്റ്ററിംഗ് ബിഗിൻ വിത്ത് എ സ്റ്റാർട്ടിംഗ് ക്ലസ്റ്റർ partition which is iteratively improved until a locally optimal partition is reached. അപ്പൊ നമുക്ക് അതിനകത്ത് ഒരു ലോക്കൽ ഒരു ഇതിനകത്ത് പാർട്ടീഷൻ വെച്ചിരിക്കുന്ന the starting clusters can be either random or a cluster output from some clustering preposes hierarchical clustering. In this result, clusters object the groups together and together add up to the full object sets. നമുക്കറിയാം ഒരു ഹൈറാർക്കിക്കൽ നമ്മൾ ടോപ്പിൽ നിന്ന് താഴേക്ക് വരുന്ന ആ ഒരു സ്റ്റെപ്പാണ് പാർട്ടീഷന്റെ ഒരു ബേസിൽ നമ്മൾ ഓരോന്നിനെയും ഓരോ രീതിയിൽ നമ്മൾ അതിനെ പാർട്ടീഷൻ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാർട്ടീഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ അൽഗോരിതം വെച്ച് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന അൽഗോരിതംസ് ആണ് ഫ്രോഗീസ് അൽഗോരിതംസ്. വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് partitional clustering algorithms in a Froggy's algorithm. Input to the algorithm consists of data k, number of clusters to be constructed, and k samples called the seed points. Seed points should be chosen a random or some knowledge of the desired clusters such as should be starting point. അപ്പൊ അതിന്റെ equations ഇവിടെ algorithms ഇവിടെ പറഞ്ഞിട്ടുണ്ട്. The following steps are performed. Initialize the cluster. അതായത് ഇവിടുത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സീഡ് പോയിന്റ്സ് എന്താണെന്ന് പറഞ്ഞു. വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് പാർട്ടീഷനിങ് ക്ലസ്റ്ററിംഗ് അൽഗോരിതം ഈസ് എ Froggy's algorithm. Input to the algorithm consists of a data k, number of clusters to be constructed, and k samples. അതിൻ്റെ അകത്ത് കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു k samples ആണ് നമ്മൾ seed points പറയുന്നത്. Seed points could be chosen randomly or some knowledge of the desired cluster such. അതിനകത്ത് ഒരു സ്റ്റെപ്സ് പറയുന്ന initialize the cluster, centroid to the seed point. For each sample, find the cluster centroid nearest. അതായത് നമ്മളൊരു സെൻട്രോയിഡ് ആയിട്ട് നമ്മൾ അതിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നിട്ട് നമ്മൾ ഓരോന്നും അവിടെ വരെ എത്തിയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഇഫ് നോ സാമ്പിൾ ചേഞ്ച്ഡ് clusters in steps 2, stop, compute the centroid of the resulting clusters and go to the step 2. Let us perform partitioning clustering using Froggy's methods for the data given in figure 18 with the k to 2 clusters using the first two sample points 4, 4 and 8, 4 are the seed points. Either 4, 4 8, 4 ആണ് അതിനകത്ത് സീഡ് പോയിന്റ്സ് ആയിട്ട് അവരത് വെച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഇതിനകത്ത് എക്സും വൈ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്.
4, 4, 8, 4, 15, 8. അതിന്റെ ഒരു സാമ്പിൾസ് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് എടുക്കാം? 4, 4, 8, 4, 15, 8, 24, 24 into 12. അപ്പം നമ്മൾ അതിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള അതിന്റെ സെൻട്രോയിഡ് ഏതാണെന്നുള്ളതാണ് നമ്മളവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ കെ മീൻസ് ക്ലസ്റ്ററിങ്. K-means clustering എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതാണ്. K-means clustering techniques is a simple and we first choose K initial centroids. ഇത് K-means clustering എന്ന് പറയാൻ വളരെ സിമ്പിൾ ആണ്. ആൻഡ് വി ഫസ്റ്റ് ചൂസ് K ഇനീഷ്യൽ സെൻട്രോയിഡ്സ് വേർ K ഈസ് എ യൂസർ സ്പെസിഫൈഡ് പാരാമീറ്റർ എന്നാണ്. അതായത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. നെയിംലി ദ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് ഡിസൈഡ് ഈച്ച് പോയിന്റ് ഇൻ ദ അസൈൻഡ് ടു ദ ക്ലോസസ്റ്റ് സെന്റർ ആൻഡ് ഈച്ച് കളക്ഷൻ ഓഫ് പോയിന്റ്സ് അസൈൻഡ് ടു ദ സെൻട്രോയിഡ്. നമ്മൾ ആ സെൻട്രോയിഡ് ഫിക്സ് ചെയ്യുന്നിട്ട് നമ്മൾ ഓരോന്ന് ആ സെൻട്രോയിഡിനോടുമായിട്ടാണ് ടച്ച് ചെയ്യുന്നത്. The centroid of each cluster is then updated based on the points assigned to the cluster. We repeat the assignment and update sets. No point changes the clusters. അതായത് നമ്മൾ എപ്പോഴും ആ സെൻട്രോയിഡിനോട് അടുത്തായോ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ ഒരു സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. സീഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനോട് അടുത്തായോ എന്നുള്ളതാണ്. അപ്പൊ അതിനുപയോഗിക്കുന്ന സ്റ്റെപ്സ് ആണ്. സ്പെസിഫൈ ദ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് ആൻഡ് ആർബിട്രറി or take the members of each cluster, calculate each cluster centroid and the distance. ഞാൻ പറഞ്ഞു അതിൻ്റെ അകത്ത് സെൻട്രോയിഡ് നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന്റെ ഒരു ഡിസ്റ്റൻസ് അടുത്താണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. Between each observation and incident, if an observation is nearer the centroid of a cluster, remains the same. Simplest form, the K-means method following the following steps. Specify the number of clusters and arbitrary or the members of each cluster. ഇത് സെൻട്രോയിഡ് കണ്ടുപിടിക്കും, എന്നിട്ട് റിപ്പീറ്റ് ചെയ്യും. അത് മാത്രമാണ് അതിൻ്റെ കേസിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ മതി. നമ്മൾ ഇവിടുത്തെ ഒരു ഇതിനകത്ത് ഫസ്റ്റ് യൂസിങ് ദ K-means അൽഗോരിതം നിങ്ങൾ ഈ പിക്ചറിനകത്ത് തന്നെ മനസ്സിലാക്കും. നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് ക്ലസ്റ്ററിംഗിന്റെ അകത്ത് നമ്മൾ കണ്ടോ, ഇതിനകത്ത് കുറച്ച് ഇതെടുക്കുന്നത്. ഇൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഷോൺ ഇൻ ഫിഗർ 19a, പോയിന്റ്സ് ആർ അസൈൻ ടു ദ ഇനീഷ്യൽ സെൻട്രോയിഡ്സ് വിച്ച് ആർ ഇൻ ഓൾ larger group of points. For the first, we use the mean as the centroid. After, points are updated again in step 2 and 3 and 4. From figure 19b, C and D respectively. കണ്ടോ, അതിന്റെ ബിയും സിയും നമ്മൾ ഇതിനകത്ത് സെൻട്രോയിഡ് വെച്ചിട്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അവിടുത്തെ എന്തുണ്ടാവും എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കും. നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി നമ്മൾ അതിന്റെ അകത്ത് ഫോർത്ത് ഐറ്ററേഷൻ വരെ നമ്മൾ അതിനെ സോർട്ട് ചെയ്ത് അതിനെ ഫിൽറ്റർ ചെയ്ത് എടുക്കുകയും ചെയ്യുന്നത്. ആൻഡ് ദ ബോട്ടം ഓഫ് ദ ഫിഗേഴ്സ് വേർ ദ K-means algorithm terminates in figure 1910 because no more changes occur. The centroids identified the natural groups of points. സെൻട്രോയിഡ് അതായത് നാച്ചുറൽ ആയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് സെൻട്രോയിഡ് സ്പെസിഫൈ ചെയ്തിരിക്കും. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും നിങ്ങളൊന്ന് നോക്കുക. പിന്നെ ഇതിനകത്തൊരു ബെനിഫിറ്റ്സ് എന്താണ്, ഡ്രോബാക്സ് എന്താണ്, അതും സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്. ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ വെരി ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു അൽഗോരിതംസ് ആയിരിക്കും. കൺവീനിയന്റ് സെൻട്രോയിഡ് വെക്ടർ ഫോർ എവരി ക്ലസ്റ്റർ can be run multiple times to get a different output. Limitations പറയുമ്പോൾ difficult to choose the number of clusters, cannot be used with the arbitrary distance. പിന്നെ sensitive to scaling, require the careful pre-processing, does not produce the same result every time. എല്ലായ്പ്പോഴും ഒരേ റിസൾട്ട് ആയിരിക്കില്ല. സെൻസിറ്റീവ് ടു ഔട്ട്ലൈൻസ്, അതായത് സ്ക്വയർ എറേഴ്സ് ഉണ്ടായിരിക്കും. ക്ലസ്റ്റേഡ് സൈസ് ക്യാൻ ബി ക്വൈറ്റ് അൺബാലൻസ്ഡ്.
അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പം ക്ലസ്റ്റേഴ്സ് എന്താണെന്ന് പഠിച്ചു. അപ്പൊ ആ ക്ലസ്റ്റേഴ്സിനെ നമുക്കൊരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ വെച്ചിട്ട് ക്ലസ്റ്റേഴ്സ് എങ്ങനെയാണ്, അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്താണ്, അതിന്റെ ലിമിറ്റേഷൻ എന്താണ്, അതിന്റെ ഫോർബൈറ്റ്സ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിനകത്തുനിന്ന് സാധാരണ ചോദിക്കാനുള്ളത്. അപ്പൊ അതെല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് നോക്കുക എല്ലാ ചാപ്റ്ററും. അപ്പം ഞാൻ ഇതിനകത്ത് എക്സാമിന് വരുന്നതെല്ലാം നമ്മൾ ഓരോ പ്രാവശ്യമായിട്ട് ഞാൻ പറഞ്ഞാണ് പോയിരിക്കുന്നത്. അപ്പം അതെല്ലാം ഒന്ന് ഇവിടെ വെച്ചിട്ട് ആദ്യത്തെ ഒരു 2 ബ്ലോക്ക് നന്നായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് വരാന്. എങ്കിൽ മാത്രം നമുക്ക് ഉറപ്പായിട്ടും ഒരു 60% മാർക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. ഒരു പാസ്സാനുള്ള മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പം ഞാൻ ഓൾ ദ ബെസ്റ്റ് പറയുന്നു. അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.